കുടുംബ ബന്ധങ്ങൾക്കകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ചാനൽ റിയാലിറ്റി ഷോയിലേക്ക് വന്ന ഭാർഗവി എന്ന 16 വയസ്സുകാരിയും 24 വയസ്സുള്ള സതീഷിന്റെയും പ്രശ്നം ചെന്ന് അവസാനിച്ചത് അതുവരെയും ചുരുളഴിയാതിരുന്ന 3 കൊലപാതകങ്ങളിലേക്കാണ്. 2012 മെയ് 21 സീ തമിഴിന്റെ ഓഫീസിലേക്ക് സതീഷ് കുമാർ എന്നൊരു യുവാവിന്റെ ഫോൺ കോൾ വന്നു. തന്നെയും തന്റെ കാമുകയും സംരക്ഷിക്കണം എന്നതായിരുന്നു അവന്റെ അഭ്യർത്ഥന. കാര്യങ്ങൾ തിരിക്കിയ ടീമിനോട് അവൻ താൻ 24 വയസ്സുള്ള ഒരു യുവാവാണെന്നും വില്ലുപുരം സ്വദേശിയാണെന്നും അതേ ഗ്രാമത്തിലുള്ള 16 വയസ്സുള്ള ഭാർഗവി എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലാണെന്നും അവരുടെ പ്രണയം അറിഞ്ഞ ഭാർഗവിയുടെ അച്ഛനും കൂട്ടരും തങ്ങളെ കൊല്ലുവാൻ ശ്രമിക്കുകയാണെന്നും അതുകൊണ്ട് സി ചാനലിന്റെ സൊൽവതെല്ലാം ഉണ്മൈ എന്ന പരിപാടിയിൽ തങ്ങളെ പങ്കെടുപ്പിക്കണമെന്നും തങ്ങളുടെ പ്രശ്നം സമൂഹം അറിയണമെന്നും അഭ്യർത്ഥിച്ചു. ഈ പ്രശ്നങ്ങൾ കേട്ട സീ തമിഴിന്റെ ഓഫീസ് ജീവനക്കാർ അവനോട് നേരിട്ട് ഭാർഗവിയെയും കൂട്ടി അടുത്ത ദിവസം സീ തമിഴിന്റെ ചെന്നൈ ഓഫീസ് സന്ദർശിക്കാൻ നിർദ്ദേശിച്ചു. അങ്ങനെ അവർ രണ്ടും കൂടി തൊട്ടടുത്ത ദിവസം തന്നെ സീ തമിഴിന്റെ ചെന്നൈ ഓഫീസ് സന്ദർശിക്കുകയും സൊൽവതെല്ലാം ഉണ്മൈ എന്ന പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ചാനൽ തങ്ങളുടെ പരിപാടി തുടങ്ങിയപ്പോഴാണ് ഭാർഗവിയും സതീഷും അവർ നേരിട്ട സംഭവങ്ങൾ ഓരോന്നായി വിവരിക്കാൻ തുടങ്ങിയത്. ലോകം തന്നെ ഞെട്ടിപ്പോയ സംഭവങ്ങളായിരുന്നു അവയെല്ലാം. ഭാർഗവിയും സതീഷും തമിഴ്നാട്ടിലെ വില്ലുപുരം എന്ന ഗ്രാമത്തിൽ നിന്നുള്ളവരായിരുന്നു. ഭാർഗവിക്ക് 16 വയസ്സും സതീഷിന് 24 വയസ്സുമായിരുന്നു അന്ന് പ്രായം. രണ്ടുപേരും തമ്മിൽ 3 വർഷമായി പ്രണയത്തിലാണെന്നും ഭാർഗവിയുടെ വീട്ടുകാർ തങ്ങളുടെ പ്രണയത്തിനെതിരാണെന്നും തന്നെ 32 വയസ്സുള്ള ഒരു ബന്ധുവുമായി കല്യാണം ആലോചിക്കുകയാണെന്നും അതുകൊണ്ട് താൻ വീട് വിട്ട് സതീഷിന്റെ വീട്ടിലേക്ക് ഒളിച്ചോടി വന്നതാണെന്നും ഭാർഗവി ആ ചാനൽ ഷോയിൽ അവതരിപ്പിച്ചു. ഭാർഗവിയുടെ അച്ഛനായ മുരുകനിൽ നിന്നും തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണമെന്നുമാണ് അവരുടെ ആവശ്യം. എന്നാൽ ഭാർഗവി 18 വയസ്സ് പൂർത്തിയാകാത്ത പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ചാനലിന്റെ അവതാരികയായ നിർമ്മല സതീഷിനെയും ഭാർഗവിയും പറഞ്ഞ് സമാധാനപ്പെടുത്തി അവരവരുടെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞു വിടാൻ ഒരു ശ്രമം നടത്തി. എന്നാൽ ഭാർഗവി വളരെ അഡമന്റായി സതീഷിന്റെ കൂടെ മാത്രമേ പോവുകയുള്ളെന്നും തന്റെ വീട്ടിലേക്ക് പോയാൽ തന്റെ ജീവന് ഭീഷണിയാണെന്നും തന്റെ അച്ഛൻ ഒരു നല്ല മനുഷ്യനല്ലെന്നും നിർമ്മലയോട് തിരിച്ചു പറഞ്ഞു. സൊൽവതെല്ലാം ഉണ്മൈ എന്ന റിയാലിറ്റി ഷോയുടെ ഭാഗമായി ഇങ്ങനെ നിരവധി കേസുകൾ ഡീല് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നിർമ്മലയും ചാനലിന്റെ സംഘാടകരും ഭാർഗവിക്ക് സതീഷിന്റെ കൂടെ പോകാനുള്ള ആഗ്രഹത്താൽ പറയുന്നതാണെന്നാണ് ആദ്യം കരുതിയത്. പിന്നീട് ഭാർഗവി തന്റെ അച്ഛന്റെ ഓരോ ചെയ്തികളും എണ്ണി എണ്ണി പറയാൻ തുടങ്ങി. തന്റെ അച്ഛൻ ഒരു മുഴുക്കുടിയനാണെന്നും തന്നെ എപ്പോഴും ഉപദ്രവിക്കുമെന്നും 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവളെ ലൈംഗികപരമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച ഒരു നീചനാണെന്നും ഭാർഗവി കരഞ്ഞുകൊണ്ട് ആ ചാനൽ ഷോയിൽ പറഞ്ഞു. അതുകൊണ്ട് ഒരു കാരണവശാലും അവൾ തന്റെ വീട്ടിലേക്ക് പോകില്ലെന്നും വളരെ നന്നായി പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് സതീഷിന്റെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ അവളുടെ ഗ്രാജുവേഷൻ എല്ലാം പൂർത്തിയാക്കി 18 വയസ്സിന് ശേഷം സതീഷിനെ വിവാഹം കഴിച്ച് ആ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൊള്ളാമെന്നും അവൾ ആ ചാനൽ ഷോയിൽ പറഞ്ഞു. ഇതൊക്കെ കേട്ട് ചാനൽ അവതാരികയും സംഘാടകരും തന്നെ ഞെട്ടിപ്പോയി. ഇതൊക്കെ തമിഴ്നാട്ടിൽ തന്നെ നടക്കുന്ന ഒരു കാര്യമാണോ എന്ന് അവതാരിക അത്ഭുതത്തോടെ ആ ഷോയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഭാർഗവിയുടെ അച്ഛനെയും അമ്മയും സതീഷിന്റെ അച്ഛനെയും അമ്മയും അടുത്ത ദിവസം തന്നെ ചാനലിലേക്ക് വിളിച്ചു വരുത്താനായി അവർ ആവശ്യപ്പെട്ടു. ചാനൽ റിയാലിറ്റി ഷോയുടെ ആവശ്യപ്രകാരം അടുത്ത ദിവസം ഭാർഗവിയുടെ അച്ഛനും അമ്മയും സതീഷിന്റെ അച്ഛനും അമ്മയും ആ ഫ്ലോറിലേക്ക് എത്തി. സതീഷിനെയും ഭാർഗവിയും ഫ്ലോറിൽ നിന്ന് മാറ്റിയ ശേഷം ഭാർഗവിയുടെ അച്ഛനായ മുരുകനോടും അമ്മയായ രാജേശ്വരിയോടും എന്താണ് സംഭവിച്ചതെന്ന് ചാനൽ അവതാരികയായ നിർമ്മല അന്വേഷിച്ചു. തങ്ങളുടെ മകൾക്ക് 16 വയസ്സ് മാത്രമാണ് പ്രായമെന്നും പഠിക്കാൻ വളരെ മിടുക്കിയാണ് അവളെന്നും അതുകൊണ്ട് തന്നെ അവളെ തങ്ങളോടൊപ്പം വിടണമെന്നും സതീഷ് പ്രണയം നടിച്ച് പ്രലോഭിപ്പിച്ച് അവളെ തട്ടിയെടുത്തതെന്നുമാണ് അവർ ആ ഫ്ലോറിൽ അവതരിപ്പിച്ചത്. എന്നാൽ ചാനലിന്റെ അവതാരിക ഭാർഗവി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പതിയെ പതിയെ മുരുകനോടും രാജേശ്വരിയോടും പറയാൻ തുടങ്ങി. എന്നാൽ മുരുകൻ ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും താൻ ചെയ്തതായി സമ്മതിച്ചു കൊടുത്തില്ല. രാജേശ്വരിയും മുരുകൻ ഇതൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാണ് ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഭാർഗവിയെ തങ്ങളോടൊപ്പം വിടണമെന്ന് തന്നെ മുരുകനും രാജേശ്വരിയും ആവശ്യപ്പെട്ടു. അവസാനം നിർമ്മല ആ ഷോക്കിംഗ് ആയിട്ടുള്ള ചോദ്യം മുരുകനോട് ചോദിച്ചു. ഭാർഗവി 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് നിങ്ങൾ അവളെ സെക്ഷലി അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നോ എന്നുള്ള ചോദ്യം. ഇത് കേട്ട് മുരുകൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് മുരുകൻ തിരിച്ചു പറഞ്ഞ മറുപടി. മുരുകന്റെ അതേ മറുപടി തന്നെയാണ് രാജേശ്വരിയും ആവർത്തിച്ചു പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ളത്. പിന്നീട് സതീഷിനെയും ഭാർഗവി വീണ്ടും ആ ഫ്ലോറിലേക്ക് വിളിച്ചിരുത്തി ഈ സംഭവം ഡിസ്കസ് ചെയ്തപ്പോൾ ഇത് എപ്പോഴോ മോൾ തന്നോട് സൂചിപ്പിച്ചിരുന്നതായും കിടക്കുന്നതുമായി ബന്ധപ്പെട്ട്
എന്തോ ഒരു വിഷയമാണെന്നുമാണ് രാജേശ്വരി ഈ സംഭവത്തെ പറ്റി കിടന്ന് മലക്കം മറിഞ്ഞത്. അങ്ങനെ വീണ്ടും മകളെ തങ്ങളോടൊപ്പം വിടണമെന്ന് മുരുകനും രാജേശ്വരിയും ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്താണ് ഭാർഗവി എല്ലാവരെയും വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് വളരെ ദാരുണമായ ഒരു സംഭവം അവിടെ രേഖപ്പെടുത്തിയത്. ഒരു കാരണവശാലും താൻ ഈ വീട്ടുകാരോടൊപ്പം പോകില്ല. കാരണം താൻ പോയാൽ എന്തായാലും മുരുകൻ എന്ന തന്റെ അച്ഛൻ തന്നെ വധിക്കുമെന്നാണ്. അതിന് കാരണമായി നിർമ്മല ചോദിച്ചു ഭാർഗവി പറഞ്ഞത് തന്റെ അമ്മ പണ്ടൊരിക്കൽ തന്നോട് ഇങ്ങനെ അച്ഛൻ സെക്ഷലി അബ്യൂസ് ചെയ്യാറുണ്ടെന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് ഇത് പുറത്ത് ആരോടും മിണ്ടരുത്, മിണ്ടിയാൽ നിന്റെ അച്ഛൻ നിന്നെയും കൊന്നുകളയും. ഇതുപോലെ അച്ഛൻ മുൻപും ഒരു പെൺകുട്ടിയെയും അവളുടെ ഭർത്താവിനെയും അച്ഛനെയും കൊന്നത് ആ പഴയ കിണറിന്റെ അടിയിൽ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. ഇത് കേട്ട് ഞെട്ടിയ ഭാർഗവി പുറത്ത് ആരോടും തന്നെ ഈ സംഭവങ്ങളൊന്നും പറയാതിരിക്കുകയും അച്ഛൻ വീണ്ടും വീണ്ടും അവളെ അബ്യൂസ് ചെയ്യുമ്പോൾ അവൾ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മറ്റാരോടും തന്നെ ഈ സംഭവങ്ങളെ പറ്റി പുറത്ത് പറഞ്ഞില്ല. വീട്ടിലെ ഈ ക്രൂരതകൾ സഹിക്കുന്നതിനിടയ്ക്കാണ് അവൾ സതീഷ് എന്ന ഒരു ചെറുപ്പക്കാരനുമായി പ്രണയത്തിലാകുന്നത്. അങ്ങനെ 3 വർഷത്തെ അവരുടെ പ്രണയത്തിന് ശേഷം ഭാർഗവിയുടെ വീട്ടുകാർ സതീഷും ഭാർഗവിയും തമ്മിൽ പ്രണയത്തെപ്പറ്റി അറിയുകയും അവളെ ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്തു. എന്നാൽ ഇതുകൊണ്ടൊന്നും തന്നെ ഭാർഗവി ഈ പ്രണയത്തിൽ നിന്ന് പിന്മാറുന്നില്ലെന്ന് മനസ്സിലാക്കിയ മുരുകൻ 16 വയസ്സുള്ള പാർവതിയെ 32 വയസ്സുള്ള ഒരു ബന്ധുവുമായി കല്യാണം ആലോചിക്കാൻ തീരുമാനിച്ചു. ഇത് മനസ്സിലാക്കിയ ഭാർഗവി ആ വീട്ടിൽ നിന്നിറങ്ങി സതീഷിനോടൊപ്പം ഒളിച്ചോടി പോവുകയായിരുന്നു. എന്നാൽ പിന്നെയും മുരുകൻ ഇവരുടെ പുറകെ പോവുകയും ഒരിക്കൽ വഴിയിൽ വെച്ച് കത്തി കാണിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ നിരന്തരമായുള്ള മുരുകന്റെ വധ ഭീഷണി കാരണമാണ് സതീഷും ഭാർഗവിയും സൊൽവതെല്ലാം ഉന്മയെന്ന ഈ ഫ്ലോറിലേക്ക് എത്തുന്നത്. പരിപാടിയുടെ അവതാരികയായ നിർമ്മല ഭാർഗവി 3 കൊലക്കുറ്റമാണ് നിങ്ങളുടെ മേൽ ചുമത്തുന്നത് എന്ന് മുരുകനോട് പറഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ തങ്ങൾക്ക് അറിയുകയില്ലെന്നായിരുന്നു മുരുകനും രാജേശ്വരിയും ആദ്യം പറഞ്ഞത്. എന്നാൽ നടന്ന സംഭവങ്ങൾ ഓരോന്നോരോന്നായി എടുത്ത് അവരുടെ പേര് വിവരങ്ങൾ സഹിതം ഭാർഗവി വിശദീകരിക്കാൻ തുടങ്ങി. മരിച്ചത് ലാവണ്യ എന്ന പെൺകുട്ടിയും അവളുടെ കാമുകൻ പിന്നീട് ലാവണ്യയുടെ അച്ഛനുമായിരുന്നു. ഇങ്ങനെ ഭാർഗവി പേര് വിവരങ്ങൾ സഹിതം എല്ലാം വിശദീകരിക്കാൻ തുടങ്ങിയപ്പോൾ മുരുകൻ ഇടയിൽ കയറി ഇടപെടുകയും ശേഖർ തന്റെ സുഹൃത്തായിരുന്നെന്നും സുഹൃത്തിന്റെ മകളായ ലാവണ്യയും കാമുകൻ തന്റെ ഒപ്പം താമസിപ്പിച്ചത് ശേഖറിന്റെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു എന്നും മുരുകൻ പറഞ്ഞു. പിന്നീട് ഇവരെ കല്യാണം കഴിപ്പിക്കുകയും കുറച്ചു ദിവസം തങ്ങളുടെ കൂടെ താമസിച്ച ശേഷം അവർ അവിടെ നിന്ന് പോവുകയും പിന്നീട് തനിക്ക് അവരെ പറ്റി ഒരു വിവരവും ഇല്ല എന്നാണ് മുരുകൻ അപ്പോൾ ആ വേദിയിൽ പറഞ്ഞത്. മുരുകൻ ഒരു കുബുദ്ധിയാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായിരുന്നു ഈ സംഭവം ഫ്ലോറിൽ അവതരിപ്പിച്ച ശേഷം ഉടൻ തന്നെ മുരുകൻ തനിക്കും തന്റെ ഭാര്യയ്ക്കും ഭാർഗവിയും സതീഷുമായുള്ള കല്യാണത്തിന് താല്പര്യമാണെന്നും അവർ സന്തോഷത്തോടെ സതീഷിന്റെ വീട്ടിൽ തന്നെ താമസിക്കട്ടെ എന്നും പറഞ്ഞ് പരിപാടി അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് കേട്ട ചാനലിന്റെ അവതാരിക അപ്പം എല്ലാം ശുഭമായി അവസാനിക്കുകയാണെന്നും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുക്കാൻ പറയുകയും ചെയ്തതോടുകൂടി മുരുകൻ ഉടൻ തന്നെ അത്രയും സമയത്തെ ദേഷ്യവും പകയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് സീറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഉടൻ തന്നെ അപ്പുറത്തെ സൈഡിൽ പോയി സതീഷിനെ കെട്ടിപ്പിടിക്കുകയും അവനെ അനുഗ്രഹിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ഭാർഗവി മുരുകനോട് അധികം സംസാരിക്കാനൊന്നും കൂട്ടാക്കിയില്ല. അവൾ മാറി തന്നെ നിൽക്കുകയായിരുന്നു. കാരണം മുരുകനെ ചെറുതലേ തൊട്ടേ കാണുന്ന ഭാർഗവിക്ക് ഇതെല്ലാം മുരുകന്റെ അടവാണെന്ന് മനസ്സിലായി. എന്നാൽ ചാനൽ ടീം ഒരു കാര്യം കൂടി മുരുകനെ ഓർമ്മിപ്പിച്ചു. ഭാർഗവി പറയുന്ന ഈ കൊലപാതക കാര്യം അവർക്ക് അന്വേഷിക്കണമെന്നും അന്വേഷിച്ച് പോലീസിൽ ഒരു പരാതി കൊടുക്കുമെന്നും അവർ മുരുകനെ അറിയിച്ചു. എന്നാൽ ഉടൻ തന്നെ മുരുകൻ ഈ പരിപാടി ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യരുതെന്നും അത് തനിക്കും കുടുംബത്തിനും നാണക്കേടാണെന്നും ഇത്രയും പഠിക്കുന്ന കുട്ടിയായ ഭാർഗവിക്കും അതൊരു നാണക്കേടാണെന്നും അവളുടെ ഭാവിയെ ഇത് ബാധിക്കുമെന്നും പറഞ്ഞ് ചാനലുകാരോട് ഈ പരിപാടി ടെലികാസ്റ്റ് ചെയ്യരുതെന്ന് അഭ്യർത്ഥിച്ചു. തന്റെയോ തന്റെ കുടുംബത്തിന്റെയോ ഭാഗത്തുനിന്ന് ഇനി ഒരു തരത്തിലുള്ള എതിർപ്പും ഭാർഗവിക്കും സതീഷിനും കുടുംബത്തിനും ഉണ്ടാകത്തില്ലെന്നും ഉറപ്പു നൽകി. അങ്ങനെ ചാനലുകാർ ശരി ഇത് ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് മുരുകനെയും രാജേശ്വരിയും ആ ഫ്ലോറിൽ നിന്ന് പറഞ്ഞു വിട്ടു. അതുപോലെ തന്നെ ഭാർഗവിയും സതീഷും തങ്ങളുടെ വീട്ടിലേക്കും പോയി. എന്നാൽ ഇവരറിയാതെ സി ചാനലിന്റെ സംഘാടകരും ഈ പരിപാടിയുടെ അവതാരികയും എല്ലാം ചേർന്ന് ഒരു തീരുമാനമെടുത്തു, മുരുകനെ നിരീക്ഷിക്കണമെന്നുള്ളത്. അതിനായി ഒരു ടീം മുരുകന്റെ വീട്ടിലേക്ക് പുറപ്പെടാനും തുടങ്ങി. മുരുകൻ അവിടെ എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. മുരുകനും രാജേശ്വരിയും ആ വീട്ടിലേക്കല്ല പോകുന്നത് എങ്കിൽ അതിനർത്ഥം ഇവരിൽ എന്തോ കള്ളത്തരമുണ്ട് എന്നുള്ളതായിരുന്നു. മറ്റൊരു ടീം പോയി ലാവണ്യയും പിതാവായ ശേഖറും ലാവണ്യയുടെ ഭർത്താവും മിസ്സിംഗ് ആണോ എന്നുള്ളത് ലാവണ്യയുടെ നാട്ടിൽ പോയി അന്വേഷിച്ചു വരാനും നിർദ്ദേശിച്ചു. അങ്ങനെ ഒരു ടീം
മുരുകന്റെയും ഭാര്യയുടെയും പുറകെയും മറ്റൊരു ടീം ലാവണ്യയുടെ നാട്ടിലേക്കും പുറപ്പെട്ടു. അങ്ങനെ മുരുകന്റെ വീട്ടിനടുത്തേക്ക് പുറപ്പെട്ട സീ തമിഴ് ടീം രാത്രി വരെ അവിടെ കാത്തിരുന്നിട്ടും മുരുകനെയും ഭാര്യയും വീട്ടിലേക്ക് കാണാതായതിനെ തുടർന്ന് മുരുകനെ വിളിച്ച് എവിടെയാണെന്ന് അന്വേഷിച്ചു. എന്നാൽ തങ്ങൾ വീട്ടിലുണ്ട് എന്നുള്ള മറുപടിയാണ് മുരുകനിൽ നിന്നുണ്ടായത്. അങ്ങനെ മുരുകനിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയ സീ തമിഴ് ടീം 2012 മെയ് 28-നും 29-നും ഷൂട്ട് ചെയ്ത ഭാർഗവിയുടെ കേസ് ടെലികാസ്റ്റ് ചെയ്തു. അങ്ങനെ ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തതോടുകൂടി ഇത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും സീ തമിഴിന്റെ ചെന്നൈ ഓഫീസിലേക്ക് പോലീസ് നേരിട്ടെത്തി റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യുകയും ഭാർഗവിയെ വിചാരണ ചെയ്ത ശേഷം ഭാർഗവി പറഞ്ഞത് പ്രകാരം സംഭവ സ്ഥലത്തെത്തി അവിടെ JCB ഉപയോഗിച്ച് മണ്ണ് തോണ്ടാൻ ആരംഭിച്ചു. ഭാർഗവയുടെ വെളിപ്പെടുത്തൽ പ്രകാരം ആ കോമ്പൗണ്ടിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു പഴയ കിണറ്റിനുള്ളിലാണ് ഈ 3 ഡെഡ് ബോഡീസും മറവ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആദ്യമൊക്കെ എത്ര കുഴിച്ചു നോക്കിയിട്ടും ഇങ്ങനെ അസ്ഥികൂടങ്ങളോ അവശിഷ്ടങ്ങളോ ഒന്നും തന്നെ പോലീസിന് കിട്ടിയില്ല. എന്നാൽ കുറച്ചു സമയത്തെ പരിശ്രമത്തിന് ശേഷം മണ്ണിനടിയിൽ നിന്ന് 3 തലയോട്ടികൾ പോലീസിന് ലഭിച്ചു. മണ്ണിനടിയിൽ നിന്ന് ലഭിച്ച 3 തലയോട്ടികളും അസ്ഥികൂടങ്ങളും ചേർത്ത് വെച്ച് പോലീസ് ഫോറൻസിക് റിപ്പോർട്ടിന് അയച്ചു. അതിനുശേഷം പോലീസിന്റെ അടുത്ത പണി മറഞ്ഞിരിക്കുന്ന മുരുകനെയും രാജേഷിനെയും കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. അതിനായി പോലീസ് മുരുകൻ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ ട്രേസ് ചെയ്യുകയും സീ തമിഴ് ചാനൽ ടീമുമായി ചേർന്ന് ഒരു പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു. ആ പ്ലാൻ പ്രകാരം സീ തമിഴിൽ നിന്നുള്ള ആൾക്കാരെന്നുള്ള വ്യാജേന പോലീസ് മുരുകന്റെ ഫോണിലേക്ക് വിളിക്കുകയും നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാനായി നിങ്ങളുമായി ഒരു എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യാമെന്നും അതിനായുള്ള ഷൂട്ടിനായി വരണമെന്ന് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ മുരുകൻ താൻ പറയുന്ന സ്ഥലത്തേക്ക് ചാനൽ ടീം എത്തണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ മുരുകൻ പറഞ്ഞ സ്പോട്ടിലേക്ക് പോലീസ് സീ തമിഴിന്റെ ആൾക്കാരായി വേഷം മാറി ക്യാമറയും മറ്റുമായി എത്തുകയും ചെയ്തു. അവിടെ എത്തി കുറച്ചു നേരത്തെ ഷൂട്ടിന് ശേഷമാണ് മുരുകനും രാജേഷിനും മനസ്സിലായത് പോലീസ് വിരിച്ച വലയിൽ തങ്ങൾ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. കൂടുതൽ വിചാരണയ്ക്ക് വേണ്ടി പോലീസ് മുരുകനെയും രാജേഷിനെയും അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ലാവണ്യയുടെയും ഭർത്താവിന്റെയും ലാവണ്യയുടെ പിതാവിന്റെയും മരണം പോലീസ് റിപ്പോർട്ട് പ്രകാരം ഇങ്ങനെയായിരുന്നു. മുരുകനും മരിച്ചുപോയ ലാവണ്യയുടെ പിതാവായിരുന്ന ശേഖറും സുഹൃത്തുക്കളായിരുന്നു. ശേഖർ നാടോടി വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു. മാത്രമല്ല ശേഖർ ചില മന്ത്രവാദങ്ങളും ചെയ്യുമായിരുന്നു. മന്ത്രവാദങ്ങൾക്ക് മറ്റുമായി നാട് വിട്ടു പോകുന്ന ശേഖർ ചില അവസരങ്ങളിൽ 1 വർഷത്തിനൊക്കെ ശേഷമാണ് തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ശേഖറും മുരുകനും നന്നായി മദ്യപിക്കുന്ന ആൾക്കാരും കൂടിയായിരുന്നു. ഇതിനിടയ്ക്കാണ് ശേഖറിന്റെ 16 വയസ്സുള്ള മകളായ ലാവണ്യ മറ്റൊരു ജാതിയിൽപ്പെട്ട ചിലംബരശൻ എന്ന പേരുള്ള ഒരു വ്യക്തിയുമായി പ്രണയത്തിലാകുന്നത്. ലാവണ്യ നാടോടി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ചിലംബരശന്റെ വീട്ടുകാർക്ക് ഈ വിവാഹം ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ വീട്ടുകാർ തമ്മിൽ പലവിധ പ്രശ്നങ്ങളുമായതിനെ തുടർന്ന് ശേഖർ ലാവണ്യയും ചിലംബരശനെയും കൂടി തന്റെ സുഹൃത്തായ മുരുകന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവർക്ക് അവിടെ കുറച്ചു മാസം താമസിക്കാൻ ആവശ്യമായ പണവും ലാവണ്യക്ക് കുറച്ച് സ്വർണങ്ങളും ഒക്കെയാണ് ശേഖർ ലാവണ്യയും ചിലംബരശനെ ആ വീട്ടിൽ കൊണ്ടുചെന്നാക്കിയത്. അങ്ങനെ കുറച്ചുനാൾ വലിയ കുഴപ്പമില്ലാതെ പോയതിനു ശേഷം സ്ഥിരം മദ്യപാനിയായ മുരുകൻ ലാവണ്യയുടെ കാശും സ്വർണവും ഒക്കെ എടുത്ത് ചിലവാക്കാൻ തുടങ്ങി. മദ്യപിച്ച് ലക്ക് കെട്ട് വീട്ടിലെത്തുന്ന മുരുകൻ ചിലംബരശനെയും തന്റെ ഒപ്പം മദ്യപിക്കാനായി കൂട്ടാൻ തുടങ്ങി. അങ്ങനെ ഇവർ രണ്ടുപേരും മദ്യപിച്ച് ലക്ക് കെട്ട ശേഷം മുരുകൻ ലാവണ്യയെ പീഡിപ്പിക്കാനും ആരംഭിച്ചു. അങ്ങനെ ഒരിക്കൽ വീട്ടിലെത്തിയ ശേഖറിനോട് ലാവണ്യ തനിക്ക് അവിടെ നേരിടുന്ന പീഡനത്തെ പറ്റി അറിയിച്ചു. അങ്ങനെ മുരുകന്റെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞ ലാവണ്യയുടെ പിതാവായ ശേഖർ മുരുകന്റെ അടുത്തെത്തുകയും ഭീഷണിപ്പെടുത്തുകയും മുരുകന്റെ സ്വഭാവത്തെ പറ്റി മറ്റുള്ളവരോട് പറയുമെന്ന് അറിയിക്കുകയും ചെയ്തു. കാര്യങ്ങളെല്ലാം ശേഖർ അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ മുരുകൻ അന്നു മുതൽ ശേഖറിനെയും ലാവണ്യയും വകവരുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. എല്ലാം നമുക്ക് സംസാരിച്ച് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞ് ശേഖറിനെ വിളിച്ചിരുത്തിയ മുരുകൻ ശേഖർ അറിയാതെ വിഷം കലർത്തിയ ചാരായം ശേഖറിന് നൽകിയ ശേഷം അയാളുടെ കഴുത്തിൽ കയർ വെച്ച് വരിഞ്ഞു മുറുക്കി ശേഖറിനെ കൊലപ്പെടുത്തി. മുരുകനോടൊപ്പം ജോലി ചെയ്തിരുന്ന മൂർത്തി എന്നൊരാളുടെ സഹായത്തോടു കൂടി ശേഖറിന്റെ മൃതശരീരം വീടിന് പുറകിൽ കുഴിയെടുത്ത് ആ കുഴിയിലിട്ട് മൂടി. ഈ സംഭവം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ലാവണ്യയുടെ കയ്യിലുള്ള സ്വർണം മുഴുവൻ കൈക്കലാക്കിയ മുരുകൻ ലാവണ്യയും ശേഖറിനെ കൊന്ന അതേ രീതിയിൽ കൊന്ന് പുറകിൽ കുഴിയെടുത്ത് അവിടെ കുഴിച്ചു മൂടി. നമ്മളപ്പോ ചിന്തിക്കുന്നുണ്ടാവും ഈ സംഭവമൊക്കെ നടക്കുമ്പോൾ ലാവണ്യയുടെ ഭർത്താവായ ചിലംബരശൻ എവിടെയായിരുന്നു എന്നുള്ളത്. എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സത്യമായിരുന്നു അത്. ഈ ലാവണ്യയെ കൊന്ന് കുഴിച്ചു മൂടാൻ മുരുകനോടൊപ്പം കൂട്ടുനിന്നവരിൽ ഒരാൾ ചിലംബരശനായിരുന്നു.
കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചിലമ്പരശന് ലാവണ്യമായുള്ള ജീവിതം മടുത്തു തുടങ്ങിയിരുന്നു. അങ്ങനെ ചിലമ്പരശൻ മുരുകനുമായി ചേർന്ന് എല്ലാ ദിവസവും മദ്യപിക്കുകയും മദ്യപിച്ച് ലക്ക് കെട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്തിരുന്നു. എങ്ങനെയെങ്കിലും ലാവണ്യയുടെ അടുത്ത് ഒഴിഞ്ഞു പോകണമെന്ന് ചിലമ്പരശന് ചിന്തയും തോന്നി തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് മുരുകനോടൊപ്പം ചേർന്ന് ലാവണ്യയെ കൊഴിച്ചു മൂടാനായി ചിലമ്പരശൻ സഹായിക്കുന്നത്. എന്നാൽ മുരുകന്റെ ക്രൂരബുദ്ധി അപ്പോഴൊന്നും ചിലമ്പരശന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ലാവണ്യ മരിച്ച് 40 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനെല്ലാം കൂട്ടാളിയായിരുന്ന 20 വയസ്സുണ്ടായിരുന്ന ചിലമ്പരശനെയും മുരുകൻ ഇതേ രീതിയിൽ കൊന്ന് ആ കുഴിയിൽ തന്നെ കുഴിച്ചു മൂടി. ഇതിനെല്ലാം കൂട്ടുനിന്നത് മുരുകന്റെ സഹോദരനും മൂർത്തി എന്നുള്ള മുരുകന്റെ ഒരു സഹായം കൂടെയായിരുന്നു. ഇൻവെസ്റ്റിഗേഷന് ശേഷം പോലീസ് ഈ പ്രതികളെ എല്ലാവരെയും, ഇതിനെല്ലാം മൂകസാക്ഷിയായി നിന്ന രാജേശ്വരിയെയും കോടതിയുടെ മുന്നിൽ ഹാജരാക്കി. അങ്ങനെ 2008 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നടന്ന ഈ കൊലപാതകങ്ങൾ 2012 ഒരു TV ഷോയിലൂടെ തെളിയിക്കപ്പെട്ടു. ഇതിനിടയിൽ വിചാരണ കാലഘട്ടത്തിൽ മൂർത്തി ജയിലിനുള്ളിൽ വെച്ച് തന്നെ മരണപ്പെട്ടു. പിന്നെയും വിചാരണകൾക്ക് ശേഷം 2020 മുരുകനെയും മുരുകന്റെ സഹോദരനെയും കോടതി ശിക്ഷിച്ചു. മുരുകന് 3 ജീവപര്യന്തവും മുരുകന്റെ സഹോദരന് 1 ജീവപര്യന്തവും കോടതി ശിക്ഷിച്ചു. എന്നാൽ ഇതിനെല്ലാം വിറ്റ്നസ് ആയിരുന്ന രാജേശ്വരിയെ തെളിവുകളില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ കോടതി വെറുതെ വിടുകയാണ് ഉണ്ടായത്. അങ്ങനെ ആരും അറിയാതെ പോകുമായിരുന്ന 3 കൊലപാതകങ്ങളാണ് ഒരു TV റിയാലിറ്റി ഷോയിലൂടെ പോലീസും പുറം ലോകവും അറിഞ്ഞത്.